ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2022 ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. എല്ലാ കേക്കും 2 kg ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഡിസൈൻ മാത്രം അങ്ങനെ കാണിക്കുന്നുള്ളൂ. എല്ലാതും സിമ്പിൾ ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രി 9:30 ഒക്കെ ആവുന്ന ഒരു സമയത്തേക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സ്പോഞ്ചൊക്കെ രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഫൈനൽ കോട്ടും പിന്നെ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസൈന് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെ കൊടുത്തത്. ഓവർ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 8:30 ഒക്കെ ആവുന്ന സമയത്താണ് ഞാനിത് വീണ്ടും പുറത്തെടുത്തത്. എന്നിട്ട് ഫൈനൽ കോട്ടൊക്കെ കൊടുത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. അങ്ങനെ 9:30 ഒക്കെ ആയൊരു സമയത്ത് ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ കേക്കിൻ്റെ മുകളിലും ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആൽഫബറ്റിക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ കൈ വെച്ചിട്ട് എഴുതാൻ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ്, കേക്ക് കൊളാവുമോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നെ വീട്ടിലേക്കുള്ളതാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ എഴുതും കേട്ടോ. പക്ഷേ ഇത് പുറത്ത് കൊടുക്കാനുള്ളതാകുമ്പോൾ എന്താ പറയുക, കേക്കിൻ്റെ ഫിനിഷിങ് നഷ്ടപ്പെടുന്ന എഴുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എല്ലാ കേക്കും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത കേക്ക് കണ്ടു നോക്കാം. ഈ ഒരു കേക്ക് ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ കൂടുതൽ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ വർക്ക് മാത്രം ചെയ്താൽ മതി, പിന്നെ പേര് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് സൈഡിലൊരു ഡിസൈൻ കൊടുത്തു. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയ ഫ്ലവറും വെച്ച് കൊടുത്തു. അത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സ്പോഞ്ച് വൈറ്റ് തന്നെയാണ് കേട്ടോ. വൈറ്റ് സ്പോഞ്ചിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ക്വയറായിട്ട് മതി, കട്ട് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെയാണല്ലോ നല്ലത്. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു 7 മണി 8 മണിയൊക്കെ ആവുന്ന സമയത്തേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ, ന്യൂ ഇയറിൻ്റെ തലേ ദിവസം തന്നെ. അപ്പോൾ അതും ആ ഒരു സമയത്തേക്ക് കൊടുത്തു. കേക്ക് കൊണ്ടുപോയതിന് ശേഷം അത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അനാവശ്യമായിട്ട് വേസ്റ്റാക്കണ്ട, ആവശ്യമുള്ള മുറിച്ചാണ്ട് ലിജോ ലിജോ ഒരു കഷ്ണം കഴിച്ചു കൊണ്ടോടാ. അങ്ങനെ അവരുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു കേക്ക് റെഡ് വെൽവെറ്റ് കേക്കാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ 8:30 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോളേജിലേക്കുള്ള ഓർഡർ ആയിരുന്നു ഇട്ടത്. 2 kg തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ മറ്റുള്ള കേക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു സമയത്ത് ഞാനിത് ബേക്കാകാൻ വേണ്ടിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 8 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ ഞാനിത് ബേക്കാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൂടാറാനായിട്ട് പുറത്ത് എടുത്ത് വെച്ചു. ചൂടാറാതെ ലെയർ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെയറൊക്കെ അവന് പൊടിഞ്ഞു പോകട്ടെ. അപ്പോൾ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ 9:30 ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ക്രം കോട്ട് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ടാവും കേട്ടോ ഇത് ഞാൻ ക്രം കോട്ട് ചെയ്യുന്ന ഒരു സമയത്ത്. അങ്ങനെ ആ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കിയ ക്ലീനിങ്ങും എല്ലാതും കഴിഞ്ഞിട്ട് കിടന്നപ്പോഴത്തേനും. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 8:30 തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ മക്കൾക്കന്ന് സ്കൂളും ഉണ്ട്. അപ്പോൾ ആദ്യം കേക്കിൻ്റെ വർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി വെക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കേക്കിന് ഞാൻ സാധാരണ റെഡ് വെൽവെറ്റിന് കേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
ഹാപ്പി ന്യൂ ഇയർ 2022 എന്ന് എഴുതിയിട്ട് അവരുടെ കോളേജിൻ്റെ നെയിമും കൂടെ അതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയൊരു ബൗളിൻ്റെ അടപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഭാഗത്താണ് പേര് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവനായിട്ടും സ്പെല്ലിങ് അവിടെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 സ്പെല്ലിങ് പുറത്തായിട്ടാണ് വന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റി. അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കസ്റ്റമർ വരുന്ന സമയത്ത് ബോക്സിലാക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പിന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു. 8:30 ഒക്കെ ആയിട്ടാണ് മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8:30-ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 8:45 ആയിട്ടുണ്ട് ഇവർ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് വന്നപ്പോൾ. അപ്പോൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് തന്നെ വാട്സപ്പിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കേക്കിൻ്റെ പ്രൈസ് കിട്ടുന്നതിനേക്കാൾ എത്രയോ സന്തോഷമാണ് കേട്ടോ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ. വീണ്ടും വീണ്ടും റിസ്ക് എടുത്തിട്ടായാലും കേക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതും പിന്നെ അടുത്ത കേക്ക് എങ്ങനെ ഇതിലൊന്നും കൂടി ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നത് ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്